ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരപ്പച്ചടി നമുക്ക് തയ്യാറാക്കാം. തൊലിയൊക്കെ മാറ്റം ചെയ്ത ഒരു പൈനാപ്പിളും ഒരു ഏത്തപ്പഴവും കുറച്ച് മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ചെറുതായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നരച്ചെടുക്കാം. എന്നിട്ടിത് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ മുക്കാലും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 സ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പൊക്കെ ഒന്ന് വേവുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടുക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴും പൈനാപ്പിൾ മധുരപ്പച്ചടി തയ്യാറായിട്ടുണ്ട്.